കുരിശു മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമ്മളെ വീണ്ടെടുത്ത ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം പറയുന്നുണ്ട്: I need no more. I know the poor crucified one, Christ. എനിക്കിനി മറ്റൊന്നും വേണ്ട, ക്രൂശിതനായ ക്രിസ്തുവിനെ എനിക്കറിയാം. ആ ക്രിസ്തു നേടിക്കൊടുത്ത കുരിശു മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നേടിക്കൊടുത്ത വലിയ സ്വാതന്ത്ര്യം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ഫ്രാൻസിസ് അസീസി പറയുകയാണ്: എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് ക്രൂശിതനായ ക്രിസ്തുവിനെ അറിയാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ സ്തുതിയുടെയും ആരാധനയുടെയും നിമിഷങ്ങളില് ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ നേടിത്തന്ന വിജയം, കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും അവൻ നേടിത്തന്ന സ്വാതന്ത്ര്യം, നമുക്കത് ആഘോഷിക്കാം. പിശാച് നമ്മളെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തള്ളിവിടുമ്പോൾ, കഴിഞ്ഞകാല ജീവിതങ്ങളിലെ അനുഭവങ്ങളെ ഓർത്ത് നിരാശപ്പെടാനായിട്ട് നമ്മളോട് പറയുമ്പോൾ, വചനം നമ്മളോട് പറയുക, കുരിശിലെ ആ വിജയത്തിലേക്ക് നോക്കാനായിട്ട്, കുരിശിലൂടെയും ഉത്ഥാനത്തിലൂടെയും യേശു നമുക്ക് നേടിത്തന്ന ആ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നോക്കാനായിട്ട്. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. കാരണം വചനം നമ്മളോട് പറയുന്നു, പഴയതെല്ലാം കടന്നുപോയി. കുരിശില് എൻ്റെ ജീവിതത്തിലെ പഴയതെല്ലാം കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനിയും നമ്മള് കഴിഞ്ഞകാല ജീവിതത്തിന്റെ നിരാശയിലും പാപത്തിന്റെ ബന്ധനത്തിലും തകർച്ചയിലും എല്ലാം ജീവിക്കേണ്ടവരല്ല. കുരിശുമരണത്തിലൂടെ ഈശോ എനിക്ക് നേടിത്തന്ന ആ വലിയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. യേശുവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിൽ മരിച്ച, മരണത്തെ ജയിച്ച, ജയഘോഷത്തോടെ ഉയർത്തെഴുന്നേറ്റ ആ കർത്താവിനെ സ്തുതിയുടെ ഈ സമയങ്ങളിൽ നമുക്ക് പാടിപ്പുകഴ്ത്താം. അവൻ നേടിത്തന്ന വിജയം നമുക്ക് ആഘോഷിക്കാം, സന്തോഷിക്കാം, അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. കുരിശിൽ മരിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, കുരിശിൽ മരിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പാപത്തെ തകർത്തവൻ, ജയഘോഷത്തോടുയർത്തവൻ, യേശു 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 യേശു. കുരിശിൽ മരിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, കുരിശിൽ മരിച്ചവൻ,
മുറിവുകളെ സുഖമാക്കി എൻ വേദനകൾ നെഞ്ചിലേറ്റി തകർച്ചകളിൽ എന്നെ താങ്ങിയവൻ എൻ വീഴ്ചകളിൽ എന്നെ വഹിച്ചവൻ എൻ തകർച്ചകളിൽ എന്നെ താങ്ങിയവൻ എൻ വീഴ്ചകളിൽ എന്നെ വഹിച്ചവൻ എന്റെ ലാഭങ്ങളെ നൃത്തമാക്കിയവൻ യേശു 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 എന്നിലെ ഭീതിയകറ്റി എന്നെ സ്വതന്ത്രനാക്കി എന്നിലെ ശൂന്യത മാറ്റി എന്നെ തൻ സ്വന്തമാക്കി എന്നിലെ ഭീതിയകറ്റി എന്നെ സ്വതന്ത്രനാക്കി എന്നിലെ ശൂന്യത മാറ്റി എന്നെ തൻ സ്വന്തമാക്കി എൻ വേദനയിൽ ആശ്വാസമവൻ എൻ ഭാരങ്ങളെല്ലാം വഹിക്കുന്നവൻ എൻ വേദനയിൽ ആശ്വാസമവൻ എൻ ഭാരങ്ങളെല്ലാം വഹിക്കുന്നവൻ എന്നെ ഒരു നാളും പിരിയാത്ത സ്നേഹമവൻ യേശു 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 കുരിശിൽ മരിച്ചവൻ മരണത്തെ ജയിച്ചവൻ കുരിശിൽ മരിച്ചവൻ മരണത്തെ ജയിച്ചവൻ പാപത്തെ തകർത്തവൻ ജയഘോഷത്തോടുയർത്തവൻ യേശു 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 ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് പുതിയ ജീവിതം നൽകിയ ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളും എല്ലാ ചങ്ങലകളും തകർത്ത യേശുവേ യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. We worship you, Lord. We praise you, Jesus. Hallelujah 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 hallelujah. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിലേറെ ഇനി എന്താണുള്ളത്? ഇനി എന്താണ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈശോ നൽകാനായിട്ട് ബാക്കിയുള്ളത്? സ്വന്തം ജീവൻ പോലും നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നില്ലേ? ഇനി നമ്മൾ എന്തിനാ ഇല്ലാത്ത കുറെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നത്? നമുക്ക് ആ ഈശോ നേടിത്തന്ന ആ വിജയത്തിലേക്ക് നമുക്ക് നോക്കാം. അവൻ എന്തുമാത്രം നന്മകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ പലപ്പോഴും നമ്മൾ എന്നിട്ടും പിറുപിറുപ്പിലും അസ്വസ്ഥതയിലും നമ്മൾ കഴിയുന്നു. അവന്റെ കുരിശു മരണത്തിലേക്കോ, അവന്റെ കുരിശിന്റെ മഹിമയിലേക്കോ, അവന്റെ ഉദ്ധാനത്തിന്റെ ശക്തിയിലേക്കോ നമ്മൾ നോക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കുന്നു, നമ്മുടെ കുറവുകളിലേക്ക് തന്നെ നമ്മൾ നോക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകള് യേശുവിന്റെ കുരിശിലേക്ക് നമുക്ക് ഉയർത്താവോ? അവൻ കുരിശിൽ നേടിത്തന്ന ആ വിജയത്തിന്റെ ചിറകില് നമുക്ക് പറന്നുയരാമോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു. ഇനിയും നമ്മള് അടിമത്തത്തില് ജീവിക്കേണ്ടവരല്ല. നമ്മൾ ഇനിയും അവൻ നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തില് പറന്നുയരേണ്ടവരാണ്, ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഫ്രാൻസിസിനെ പോലെ നമ്മളും അവന്റെ ഉദ്ധാനത്തിന്റെ മഹിമയിലേക്കും അവന്റെ കുരിശുമരണത്തിന്റെ ശക്തിയിലേക്കും നമ്മൾ നോക്കണം. ഫ്രാൻസിസ് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്ന ഒരു സുഹൃത ജപമുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? എൻ്റെ കർത്താവേ, എൻ്റെ സർവസ്വമേ, എൻ്റെ കർത്താവേ, എൻ്റെ സർവസ്വമേ. നമുക്ക് ഈ ഇരടികളോട് നമ്മൾ ചേർന്ന് പാടുമ്പോൾ ഈശോയെ നോക്കി നമുക്ക് പറയാം, ഈശോയെ, നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ സർവസ്വവുമാണ്. ഇന്ന് വരെ ഞാൻ എന്നിലേക്കും എൻ്റെ സാഹചര്യങ്ങളിലേക്കുമാണ് ഞാൻ നോക്കിയതെങ്കിൽ തമ്പുരാനെ, ഇന്നിതാ ഞാൻ അങ്ങയിലേക്ക് നോക്കുന്നു, അങ്ങയുടെ കുരിശിന്റെ മഹിമയിലേക്ക് ഞാൻ നോക്കുന്നു, അങ്ങയുടെ ഉദ്ധാനത്തിന്റെ ശക്തിയിലേക്ക് ഞാൻ നോക്കുന്നു. നമുക്ക് ഈശോയുടെ നോക്കി നമുക്ക് പറയാം, ഈശോയെ നോക്കി നമുക്ക് പാടാം, യേശുവേ എൻ്റെ രക്ഷക, നീയാണ് എൻ്റെ സർവസ്വവും. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. എൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ വഴിയടഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം പുതിയൊരു വഴിയായിട്ട് എൻ്റെ തമ്പുരാൻ വന്നിട്ടില്ലേ? എൻ്റെ വേദനയുടെ സമയത്ത് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ എത്രയോ തവണ എൻ്റെ കൂടെ ആയിരുന്നിട്ടുണ്ട്. നമുക്ക് അവൻ്റെ സ്നേഹത്തിലേക്ക് നോക്കാം, അവൻ്റെ കുരിശിൻ്റെ സ്നേഹത്തിലേക്ക് നോക്കാം. വഴിയടയുമ്പോൾ
മരുഭൂവിൽ തെളിനീരുറവയായി ഏകാന്തതയിലെൻ കൂട്ടായി നീയല്ലാതെ മറ്റാരുമില്ല യേശുവേ രക്ഷകാ നീ എൻ സർവസ്വവും നാഥാ യേശുവേ രക്ഷകാ നീ എൻ സർവസ്വവും നാഥാ എന്നാശ്രയം നീ, എന്നാലംബം നീ, എന്നഭയവും നീയല്ലോ. എന്നാനന്ദം നീ, എന്നാശ്വാസം നീ, എന്നാത്മദാഹം നീയല്ലോ. ഓ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ കാലിടറിപ്പോയ എത്രയോ അവസരങ്ങളിൽ അങ്ങ് എന്നെ താങ്ങി നിർത്തിയിട്ടുണ്ട്. ഓ ഈശോയെ, നന്ദി പറയും തമ്പുരാനെ. എൻ്റെ ബലഹീനതയിൽ എനിക്ക് ശക്തിയായിട്ട് കടന്നു വന്നതിന് നന്ദി പറയുന്നു ഈശോയെ. കാലിടറുമ്പോൾ താങ്ങായി ബലഹീനതയിലെൻ ശക്തിയാ. കാലിടറുമ്പോൾ താങ്ങായി ബലഹീനതയിലെൻ ശക്തിയാ. ഇരുളിൻ താഴ്വരയിൽ വെളിച്ചമായി തളരുമ്പോൾ തോളിൽ ഏറ്റുവാനായി നീയല്ലാതെ മറ്റാരുമില്ല യേശുവേ രക്ഷകാ നീ എൻ സർവസ്വവും നാഥാ യേശുവേ രക്ഷകാ നീ എൻ സർവസ്വവും നാഥാ യേശുവേ രക്ഷകാ നീ എൻ സർവസ്വവും നാഥാ യേശുവേ രക്ഷകാ നീ എൻ സർവസ്വവും നാഥാ. Hallelujah, Lord. യേശുവേ നന്ദി, യേശുവേ ആരാധന. Hallelujah. യേശുവേ ആരാധന. യേശുവേ ഞങ്ങൾ ഏറ്റുപറയുന്നു. തമ്പുരാനേ, നീ ഞങ്ങളുടെ സർവ്വസ്വം എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. We worship you. അവൻ ദൈവത്തോടൊപ്പമായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ദാസനായി ഒരു മനുഷ്യന്റെ രൂപമെടുത്ത് മരണം വരെ, അതേ കുരിശുമരണം വരെ തന്നെ താഴ്ത്തി. ആയതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ഇത്
സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരുടെയും മുട്ടുകൾ അവന്റെ മുമ്പിൽ മടങ്ങുന്നതിന് വേണ്ടിയും എല്ലാ നാവുകളും യേശു ക്രിസ്തുവിന്റെ നാമം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. നമുക്ക് അവനെ സ്തുതിക്കാം. കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമുക്ക് നേടിത്തന്ന രക്ഷ, അവൻ നേടിത്തന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. സ്തുതികളിൽ വാഴുന്ന, മഹിമയിൽ വാഴുന്ന, കുരിശിൽ എനിക്ക് വേണ്ടി ബലിയായി തീർന്ന, മരണത്തെ ജയിച്ച് മൂന്നാം നാള് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സ്തുതികളിൽ വാഴുന്ന തമ്പുരാനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു തമ്പുരാനെ. സ്തുതികളിൽ വാഴുന്നവൻ, ആരാധനയ്ക്കേറ്റം യോഗ്യൻ. സ്തുതികളിൽ വാഴുന്നവൻ, ആരാധനയ്ക്കേറ്റം യോഗ്യൻ. മഹിമയിൽ വാഴുന്നവൻ, ദൈവമേ നീ പരിശുദ്ധൻ. മഹിമയിൽ വാഴുന്നവൻ, ദൈവമേ നീ പരിശുദ്ധൻ. എല്ലാ മുട്ടും മടങ്ങിയിടുമേ, എല്ലാ നാവും പാടിടുമേ. എല്ലാ മുട്ടും മടങ്ങിയിടുമേ, എല്ലാ നാവും പാടിടുമേ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. കുരിശിൽ ബലിയായ, മരണത്തെ ജയിച്ചെഴുന്നേറ്റ് വീണ്ടും മഹത്വത്തിൽ വരുന്ന ആ നല്ല ഈശോയെ നമുക്ക് ആരാധിക്കാം. കുരിശിൽ ബലിയായവൻ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. കുരിശിൽ ബലിയായവൻ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. വാനിൽ മഹത്വത്തിൽ എഴുന്നള്ളിടും യേശുവേ നീ പരിശുദ്ധൻ. വാനിൽ മഹത്വത്തിൽ എഴുന്നള്ളിടും യേശുവേ നീ പരിശുദ്ധൻ. എല്ലാ മുട്ടും മടങ്ങിയിടുമേ, എല്ലാ നാവും പാടിടുമേ. എല്ലാ മുട്ടും മടങ്ങിയിടുമേ, എല്ലാ നാവും പാടിടുമേ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. ദൈവമേ നീ പരിശുദ്ധൻ,
പരിശുദ്ധൻ തമ്പുരാനെ, എല്ലാ മുട്ടുകളും നിന്റെ മുന്നിൽ മടങ്ങും, എല്ലാ നാവുകളും നീ കർത്താവിനെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ പറയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കിനി മറ്റൊന്നും വേണ്ട, കാരണം ക്രൂശിതനായ ക്രിസ്തുവിനെ എനിക്കറിയാം. ആമേൻ.